ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഡിബേറ്റ് ടാസ്കിനെ മൊത്തത്തിൽ തൂക്കിയിരിക്കുന്നത്, പെർഫോമൻസ് വൈസ് തൂക്കിയിരിക്കുന്നത് മെയിൻ ആയിട്ടും സിജോയും ശരണ്യയും അടങ്ങുന്ന ആ ഒരു ടീമും പിന്നെ ജാസ്മിനും രതീഷും അടങ്ങുന്ന ടണൽ റൂമിലെ ടീമുമാണ്. ഷിജോ മെയിനായിട്ടും എടുത്തിട്ട ഒരു പോയിന്റ്, ഇവരുടെ ഈ ഒരു ടീമിലാണ് ഏറ്റവും മോശം പ്രസ്താവനകൾ നടത്തിയ കണ്ടസ്റ്റൻസ് ഉള്ളത് എന്നാണ്. ജിൻഡോനെയും രതീഷിനെയും വെച്ചിട്ടാണ് മെയിനായിട്ടും ഈ ഒരു പോയിന്റ് സിജോ ഇട്ടത്. അത് വളരെ നല്ലൊരു പോയിന്റ് ആയിരുന്നു. പിന്നെ കൗണ്ടറായിട്ട് ജാസ്മിൻ പറഞ്ഞത് ഞങ്ങൾ സേഫ് ഗെയിം കളിക്കുന്നവരല്ല, വ്യത്യസ്തമായ പേഴ്സണാലിറ്റിയും ഗെയിമും ഉള്ളവരാണ് എന്നൊക്കെ. അതും നല്ലൊരു പോയിന്റ് ആയിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു. എന്തായാലും ജാസ്മിൻ അടങ്ങുന്ന ആ ഒരു ടണൽ ടീമിനെ മറ്റു രണ്ട് ടീമുകൾ അലയൻസ് കൂടി പുറത്താക്കി. അതൊരു ഫെയർ പരിപാടിയായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഷിജോയും റോക്കിയും കൂടെ സംസാരിച്ച് തീരുമാനമെടുത്തതാണ്. ഇവരുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് കണ്ടുമില്ല. പിന്നെ ടാസ്കിലെ പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ റോക്കി സുരേഷുള്ള ആ ഒരു ടീം പ്രോപ്പർ ആയിട്ടൊരു പോയിന്റ് പറഞ്ഞ് ഞാൻ കേട്ടില്ല. അവര് പവർ ടീമിലാവാൻ ഈ ഒരു ടാസ്ക് വൈസ് ഡിസേർവിംഗ് അല്ല. അങ്ങനെ നോക്കുമ്പോൾ ഷിജോയുടെയും ശരണ്യയുടെയും ടീം തന്നെയായിരിക്കും ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട് ഉള്ളത് ടാസ്കിലെ പെർഫോമൻസ് കണക്കിലെടുക്കുമ്പോൾ. എന്തായാലും അടുത്ത റൗണ്ടിനായിട്ട് കാത്തിരിക്കാം. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.